Hi dears, welcome to ES online class. അപ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 126. Okay, how many times 2? 2 എന്നത് എത്ര തവണ വരുന്നുണ്ട് എന്നാണ്. ഫസ്റ്റ് നോക്കിക്കേ, രണ്ട് പക്ഷികളാണ് അല്ലേ? രണ്ട് പക്ഷികളാണ്. നമുക്കിപ്പോൾ അവരെ ഒരു ചേട്ടനും അനിയനും എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ലൈൻ നോക്കിക്കേ. ഫസ്റ്റ് ലൈനിൽ എത്ര തവണ അവർ വന്നിട്ടുണ്ട്? ഒരു ചേട്ടനും അനിയനും അല്ലെ? ആ രണ്ടുപേരും കൂടെ ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ലൈൻ അല്ലെ? അതായത് താഴത്തെ ബോക്സ് കണ്ടോ, 1 time 2. ആ ചേട്ടനും അനിയനും എന്നുള്ള ആ രണ്ട് വ്യക്തികള് അല്ലെങ്കിൽ ആ രണ്ട് കിളികള് ഒരു തവണ ആ ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുള്ളൂ. 1 time 2 ഈസ് ടോട്ടൽ എത്ര പേര് വന്നു? രണ്ട് പേരാണ് അല്ലെ? ചേട്ടനും അനിയനും ആ രണ്ട് കിളികള് അല്ലെ? ടോട്ടൽ രണ്ട് പേരുണ്ട്. 1 time 2 is 2, അല്ലെങ്കിൽ 1 into 2 is equal to 2 അല്ലെ? 1 into 2 is equal to 2. ടോട്ടൽ രണ്ട് പേര് വന്നു. ഇനി അടുത്ത ലൈനിൽ നോക്കിക്കേ. അടുത്ത ലൈനിൽ എങ്ങനെയാണ്? അടുത്ത ലൈനിൽ ആ ചേട്ടനും അനിയനും രണ്ട് തവണ വന്നിട്ടുണ്ട് അല്ലെ? ആ ചേട്ടനും അനിയനും ആദ്യത്തെ തവണ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ തവണയും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനായപ്പോ ആ ചേട്ടനും അനിയനും രണ്ട് തവണ വന്നിട്ടുണ്ട്. ടോട്ടൽ അപ്പൊ എത്ര പേരായി? രണ്ട് എന്നുള്ള ആ വ്യക്തികൾ എത്ര തവണ വന്നിട്ടുണ്ട്? രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് 2 times 2 അല്ലേ? ആ ബോക്സ് കണ്ടോ താഴെ എഴുതിയിരിക്കുന്നത് 2 times 2. അപ്പൊ ടോട്ടൽ എത്ര പേര് വന്നു? 4 അല്ലെ? 1 2 3 4 4 പേര് വന്നിട്ടുണ്ട്. 2 times 2 is 4, അല്ലെങ്കിൽ 2 into 2 is equal to 4. 2 into 2 is equal to 4. 4 പേര് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ നോക്കിക്കേ. ടെക്സ്റ്റിലെ ഫിഗർ നോക്കിക്കേ. ആ ചേട്ടനും അനിയനും ആയിട്ടുള്ള ആ രണ്ട് കിളികള് എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ വന്നിട്ടുണ്ട്. ആ രണ്ട് പേരും ഇതൊരു തവണ വന്നത്, ഇതൊരു തവണ വന്നത്, ഇത് രണ്ടാമത്തെ തവണ വന്നത്, ഇത് മൂന്നാമത്തെ തവണ വന്നത് അല്ലെ? അപ്പൊ അവര് 3 തവണ വന്നിട്ടുണ്ട്. രണ്ട് പേരും 3 തവണ വന്നിട്ടുണ്ട്. അതായത് 3 times 2 അല്ലെ? ഇപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6. 3 times 2 is 6 ആണ്. 3 into 2 is equal to 6 ആണ് അല്ലെ? 3 into 2 is equal to 6. ഇനി അടുത്തതൊന്ന് ഫിൽ ചെയ്യാം നമുക്ക്. അടുത്ത ആ ഫിഗർ നോക്കിക്കേ. അടുത്ത നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ. ആ ചേട്ടനും അനിയനും എന്ന് പറയുന്ന ആ രണ്ട് കിളികള് എത്ര തവണ വന്നിട്ടുണ്ട്? ഇതൊന്ന്, 2 3 4 4 തവണ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ടോട്ടൽ ആ ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ ആ ഒരു ലൈനില് 4 തവണ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് അല്ലെ? ടോട്ടൽ എത്ര പേരായി? ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8 അല്ലെ? 8 ആയി. 4 times 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. താഴത്തെ ബോക്സിൽ എഴുതിക്കേ. 4 times 2 is 8. ആ ഡാഷിന്റെ അവിടെ 8 എന്ന് എഴുതുക, അല്ലെങ്കിൽ 4 into 2 is equal to 8 എന്ന് എഴുതുക. ഇനിയോ നെക്സ്റ്റ് ലൈനിൽ അവര് 5 തവണ വന്നിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ആ കിളികള്, ആ ചേട്ടനുജന്മാര് 5 തവണ വന്നിട്ടുണ്ട്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. 5 തവണ ആ ചേട്ടനുജന്മാര് വന്നിട്ടുണ്ട്. ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്തേ. എത്ര വരുന്നുണ്ട്? 5 into 2 എന്താണ്? കൗണ്ട് ചെയ്യുമ്പോൾ 10 കിട്ടും അല്ലെ? ടോട്ടൽ 10 ഉണ്ട്. അപ്പൊ അവിടെ ഫിൽ ചെയ്തേ. 5 times 2 is 10. 5 times 2 is 10, or 5 into 2 is 10. ഫിൽ ചെയ്ത് കൊടുക്കുക. പെൻസിൽ ഉപയോഗിച്ച് ഫിൽ ചെയ്യുക. 5 into 2 is 10. ഇനി അടുത്ത ലൈൻസിൽ ആ ചേട്ടന്റെ അനുജന്മാർ 6 തവണ വന്നിരിക്കുകയാണ് അല്ലെ? 1 2 3 4 5 6 6 തവണ വന്നിരിക്കുകയാണ്. ടോട്ടൽ എത്ര പേര് വന്നു? ഇവിടെ 2 4 6 8 10 12. ടോട്ടൽ 12 പേര് അല്ലെ? 6 തവണ ആ രണ്ട് പേര് വീതം വന്നപ്പോൾ ടോട്ടൽ വന്നവരുടെ എണ്ണം 12 ആയി അല്ലെ? 6 times 2 is 12. 6 times 2 എന്താണ്? 12 ആണ്. 6 times 2 is 12. ഓക്കെ. ഇനി അടുത്തത് എന്തായിരിക്കും? മിസ് ഫിഗർ വരച്ചിട്ടില്ല. എല്ലാവരും 7th ലൈൻ നോക്കിക്കേ. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആ കിളികള്? ചേട്ടൻ അനുജന്മാർ എത്ര തവണ വന്നു?
1 2 3 4 5 6 7 7 തവണ വന്നല്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ടോട്ടൽ അപ്പോൾ ആ ഒരൊറ്റ ലൈനിൽ ടോട്ടൽ 14 പേര് വന്നിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. ഏഴാമത്തെ ലൈനിൽ എത്ര കിളികൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കി. 14 ഉണ്ട്. അതായത് ആ 2 കിളികള് 7 തവണ വന്നപ്പോൾ 14 ആയല്ലേ. 14 പ്രാവശ്യം ടോട്ടൽ നമ്പർ വന്നത് എത്രയാണ്? 14 ആണ് അല്ലേ. ഇനി അടുത്ത ലൈനിൽ ആ ചേട്ടന് അനുജന്മാരായിട്ടുള്ള ആ കിളികൾ എത്ര തവണ വന്നിട്ടുണ്ട്? എട്ടാമത്തെ ലൈനിൽ ഒന്ന് കൗണ്ട് ചെയ്തേ. 8 തവണ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കിളികളുടെ എണ്ണം 8 times 2 അല്ലെ. താഴത്തെ ബോക്സ് ഫില്ല് ചെയ്യണം കേട്ടോ. 8 times 2 is 16 അല്ലെങ്കിൽ or 8 into 2 is equal to 16. ഇനി അടുത്തതാ നെക്സ്റ്റ് ലൈനിൽ കൗണ്ട് ചെയ്തേ. ആ കിളികൾ 9 തവണ വന്നിട്ടുണ്ട്. 9 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 9 times 2 is ഒന്ന് കൗണ്ട് ചെയ്ത് 9 times 2 എന്താണ്? 18 വരും. ടോട്ടൽ ആ കിളികളുടെ 9ാമത്തെ ലൈനിൽ ആ കിളികളുടെ ടോട്ടൽ എണ്ണം 18 ആണ്. അപ്പോ ആ 9ാമത്തെ ലൈനിൽ നിന്ന് അവിടെ ആ ഡാഷിന്റെ അവിടെ എല്ലാവരും ഫില്ല് ചെയ്ത് കൊടുത്തേ. 9 times 2 is 18 അല്ലെങ്കിൽ 9 into 2 is equal to 18. ഇനി ഏറ്റവും ലാസ്റ്റ് ലൈനില് ആ കിളികൾ എത്ര തവണ വന്നിട്ടുണ്ട്? ആ കിളികൾ ടോട്ടൽ ആ ചേട്ടനനുജന്മാര് 10 തവണ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കിളികളുടെ എണ്ണം എന്തായി? 20 ആയി. അതായത് ഏറ്റവും ലാസ്റ്റത്തെ ആ ലൈൻ ഫില്ല് ചെയ്യുക. 10 times 2 is 20 or 10 into 2 is 20 or 10 into 2 is equal to 20. ഇനി എല്ലാവരും ആ ബോക്സിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഓർ കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന ആ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാം താഴത്തോട് എല്ലാം ഒന്ന് നോക്കി. കണ്ടോ, മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ കിളികളുടെ പടമെല്ലാം ഒന്ന് മാനിച്ചു കളയാണേ. ഇതൊന്ന് ശ്രദ്ധിച്ചു എല്ലാവരും. ഹൗ മെനി ടൈംസ് 2 എന്നായിരുന്നു നമ്മുടെ ആ പേജ് നമ്പറിന്റെ ഹെഡിങ് അല്ലെ. പേജ് നമ്പർ 126 2 എന്ന ആ ഒരു നമ്പർ അല്ലെ. എത്ര തവണ 2 വന്നിട്ടുണ്ട്? നമ്മൾ ഓരോ ലൈൻസിലും എത്ര തവണ ആ 2 കിളികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തത്. ഇനി ഈ ഒരു ടേബിൾ നോക്കിക്കേ, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് നോക്കി എല്ലാവരും. കണ്ടോ? അതായത് 2 എന്ന ആ നമ്പറിനെ നമ്മൾ മറ്റ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് ആൻസേഴ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയും 2 ഉണ്ട്, എല്ലായിടവും 2 ഉണ്ട്. ഹൗ മെനി ടൈംസ് 2 എന്നാണ്. കണ്ടോ 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, എല്ലായിടവും 2 ഉണ്ട്. എന്നിട്ട് ഈ 2വിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഓരോ നമ്പേഴ്സും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലെ. 1 into 2 is equal to 2, 2 into 2 is equal to 4, 3 into 2 is equal to 6, 4 into 2 is equal to 8, 5 into 2 is equal to 10, 6 into 2 is equal to 12, 7 into 2 is equal to 14, 8 into 2 is equal to 16, 9 into 2 is equal to 18, 10 into 2 is equal to 20. അപ്പോൾ 2 എന്ന ആ ഒരു നമ്പറിനെ മറ്റ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോൾ 10 വരെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ 2വിനെ ഓരോ പ്രാവശ്യം ഓരോ ലൈനിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ ലൈനിലും ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയാം അല്ലെ. 2 എന്ന ആ ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയാം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് കൊണ്ട് 2വിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനിയുണ്ട് നമുക്ക് 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ്? ഇത് കാണാതെ എല്ലാവരും പഠിക്കണം കേട്ടോ. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. ഇതും നോട്ട്ബുക്കിൽ 1 into 2 is equal to 2, 2 into 2 is equal to 4, 3 into 2 is equal to 6, 4 into 2 is equal to 8, 5 into 2 is equal to 10, 6 into 2 is equal to 12, 7 into 2 is equal to 14, 8 into 2 is equal to 16, 9 into 2 is equal to 18, 10 into 2 is equal to 20.
അപ്പൊ 2ന്റെ ഈ ഒരു ടേബിൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. അതിന് മുൻപായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രം മതിയോ? കാര്യം കഴിഞ്ഞോ? ഇല്ല, കാണാതെ പഠിക്കണം. മിസ് ഇപ്പൊ വായിച്ചതുപോലെ എല്ലാവരും കാണാതെ ഓർഡർ അനുസരിച്ച് പഠിച്ചിരിക്കണം. 1 into 2 is 2, 2 into 2 are 4, 3 into 2 are 8. അങ്ങനെ ഈ 2ന്റെ ഈ ടേബിൾസ് പഠിച്ചിരിക്കണം. ഇനി അങ്ങനെ ഓരോ നമ്പേഴ്സിനും ടേബിൾസ് ഉണ്ട്. അതായത് 1ന് ടേബിൾസ് ഉണ്ട്. അതെങ്ങനെ എഴുതാം? 1 എന്ന നമ്പറിന്റെ 1 into 1 is equal to 1 ആണ്. 1 എന്ന നമ്പർ ഒരു പ്രാവശ്യം വന്നാൽ ആൻസർ 1 ആണ്. 1 into 2, 1 എന്ന നമ്പർ 2 പ്രാവശ്യം വന്നാൽ ആൻസർ 2 ആണ്. 1 into 3 is equal to 3 ആണ്. 1 into 4 is equal to 4. 1 into 5 is equal to 5. 1 into 6 is equal to 6. 1 into 7 is equal to 7. 1 into 8 is equal to 8. 1 into 9 is equal to 9. 1 into 10 is equal to 10. 1 എന്ന് പറയുന്ന ആ നമ്പർ ഒരു തവണ വന്നാൽ ഉത്തരം 1 തന്നെയാണ്. 1 എന്ന നമ്പർ 2 തവണ വന്നാൽ 1 എന്ന നമ്പർ 2 തവണ വന്നാൽ ടോട്ടൽ എത്രയായി? 2 ആയി അല്ലെ? 1 എന്ന നമ്പർ 3 തവണ വന്നാലോ ടോട്ടൽ എത്രയായി? 3 ആയി അല്ലെ? 1 എന്ന നമ്പർ 4 തവണ വന്നാലോ 1 2 3 4 അല്ലെ? 1 എന്ന നമ്പർ 4 തവണ വന്നാൽ ഉത്തരം 4 തന്നെയാണ്. 1 എന്ന നമ്പർ 5 തവണ വന്നാലോ ഉത്തരം 5 ആണ് അല്ലെ? 1 into 5 5 ആണ്. 1 into 6 6 ആണ്. 1 into 7 7 ആണ്. 1 into 8 8 തന്നെയാണ്. 1 into 9 9 ആണ്. 1 into 10 10 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം ആ നമ്പർ തന്നെയാണ്. 1 into 1 1 തന്നെയാണ്. 1 into 2 ആ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ആണ് ആൻസർ വരുന്നത്. 1 into 3 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്തു, ഉത്തരം 3 തന്നെയാണ്. 1 into 4 4 തന്നെയാണ്. 1 into 5 5. 1 into 6 6 ആണ്. 1 into 7 7 ആണ്. 1 into 8 8 ആണ്. 1 into 9 9 ആണ്. 1 into 10 10 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്താണ്? ആ നമ്പർ തന്നെ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1ന്റെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ എളുപ്പമാണ് അല്ലെ? കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഏത് നമ്പറിനെയാണോ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ തന്നെയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് അല്ലെ? അപ്പൊ എല്ലാവരും 1ന്റെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോട്ട്ബുക്കിൽ എഴുതണം. 1 കഴിഞ്ഞിട്ട് 2 എഴുതിയാലും മതി കേട്ടോ. 1ന്റെ ടേബിൾ ആദ്യം എഴുതിയിട്ട് പിന്നെ 2 എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഹെഡിങ് കൊടുക്കണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് ഹെഡിങ് കൊടുത്തിട്ട് വേണം എഴുതാൻ. എന്നിട്ട് 1 എന്ന ഹെഡിങ് കൊടുത്തിട്ട് വേണം 1ന് താഴെ ആ ഹെഡിങ് കൊടുത്തിരിക്കുന്ന 1ന് താഴെ ഈ 1ന്റെ ടേബിൾസ് എല്ലാം എഴുതുക. ഇനി 2 എന്ന ഹെഡിങ് കൊടുത്തിട്ട് 2ന്റെ ടേബിൾസ് എല്ലാം എഴുതുക. ഇനി ഓരോ നമ്പേഴ്സിനും ടേബിൾസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം കാണാതെ പഠിക്കണം. 10 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാം ടേബിൾസ് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 7 8 വരെയെങ്കിലും ഇപ്പൊ തൽക്കാലം പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. എന്നാൽ ഈ ചാപ്റ്റർ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് 3ന്റെ ടേബിൾസോ 3 into 1 3 ആണ്. ഓക്കെ, 3 into 2 6. 3 into 3 9. 3 into 4 12. 3 into 5 15. 3 into 6 18. 3 into 7 21. 3 into 8 24. 3 into 9 27. 3 into 10 30. കണ്ടോ? ഇതാണ് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 3 into 1 3 തന്നെയാണ്. 3 എന്ന നമ്പർ ഒരു തവണ വന്നാൽ ആൻസർ 3 തന്നെയാണ്. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്താണ്? 3 തന്നെയാണ് അല്ലെ? ആ നമ്പർ തന്നെയാണ്. ഇനി 3 into 2 3 എന്ന നമ്പർ 2 തവണ വന്നാൽ എന്താണ്? 6 ആണ്. ഇനി 3 into 3 9 3 എന്ന നമ്പർ 3 പ്രാവശ്യം വന്നാൽ 9. 3 into 4 12. 3 into 5 15. 3 into 6 18. 3 into 7 21. 3 into 8 24. 3 into 9 27. 3 into 10 30. ഓക്കെ, ഇപ്പോൾ അറ്റ്ലീസ്റ്റ്
ഈ 3 ടേബിൾസും എല്ലാവരും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. മിസ് ഇപ്പൊ കുറച്ച് പഠിക്കാൻ 10 വരെയൊന്നും പഠിക്കാൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ മിസ് പറയും 10 വരെയുള്ള നമ്പേഴ്സ് എല്ലാം പഠിച്ചിരിക്കണം മിസ് പറയും. അപ്പോൾ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാലുടൻ എല്ലാവരും 3 വരെയുള്ള നമ്പേഴ്സിന്റെ ടേബിൾസ് പഠിച്ചിരിക്കണം. ഈ 3 എന്ന ഹെഡിങ് കൊടുത്തിട്ട് 3യുടെ ടേബിൾസ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുകയും വേണം കേട്ടോ. ഭാവിയിലേക്ക് വേണ്ടിയാണ് മിസ് 10 വരെ പഠിക്കണം എന്ന് പറഞ്ഞത്. അത് ഇനി അടുത്ത ക്ലാസ്സുകളായിട്ട് മിസ് പറഞ്ഞുതരാം, മിസ് പഠിപ്പിച്ചു തരാം. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ 1 എന്ന നമ്പറിന്റെ ടേബിൾസ് പഠിക്കുക, 2 എന്ന നമ്പറിന്റെ ടേബിൾസ് പഠിക്കുക, 3 എന്ന നമ്പറിന്റെ ടേബിൾസ് പഠിക്കുക. ഓക്കെ, അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. കാണാതെ പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? വീട്ടില് ഉമ്മയെ കാണാതെ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? കാണാതെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് മിസ്സിന് വോയിസ് ആയിട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, കാണാതെ പറയുന്നൊരു വോയിസ് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എളുപ്പമാണ്, പേടിക്കണ്ട കേട്ടോ. 3 വരെയല്ലേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ തന്നെ ബാക്കി പഠിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. കാണാതെ പഠിച്ചാലേ നമുക്കിനി ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ എളുപ്പമാകത്തുള്ളൂ, അല്ലെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക, മിസ്സിന് വോയിസ് അയക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.